സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ മട്ടന്നൂർ മണ്ഡലത്തിൽ സജീവമായി UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി. വെള്ളിയാഴ്ച രാവിലെ ഈദ്ഗാഹുകളിലും പ്രധാനപ്പെട്ട ആളുകളെയും കണ്ട് അനുഗ്രഹം തേടാനാണ് ചന്ദ്രൻ തില്ലങ്കേരി ഇറങ്ങിയത്. ജനങ്ങളിൽ നിന്നും UDFന് അനുകൂലമായ പ്രതികരണമാണെന്ന് ചന്ദ്രൻ തില്ലങ്കേരി പറഞ്ഞു. UDFന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മട്ടന്നൂർ ഇല്ലായിരുന്നു. തുടർന്ന് കാത്തിരിപ്പുകൾക്കൊടുവിൽ വ്യാഴാഴ്ച രാത്രിയോടെയാണ് മട്ടന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായി ചന്ദ്രൻ തില്ലങ്കേരിയെ പ്രഖ്യാപിച്ചത്. രാത്രി തന്നെ ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി പ്രവർത്തകരെ കണ്ടിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ആദ്യം മട്ടന്നൂരിലെ ഈദ്ഗാഹിനിടയിലാണ് സന്ദർശനം നടത്തിയത്. അടിയന്തരമായി മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിൽ മുഴുവൻ ആളുകൾക്കുമുള്ള തുടർന്ന് വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു വോട്ടഭ്യർത്ഥിച്ചാണ് മടങ്ങിയത്. പിന്നീട് രക്തസാക്ഷി ഷുഹൈബിന്റെ എടയന്നൂരിലെ ഖബറിടത്തിൽ സന്ദർശനം നടത്തി. രക്തസാക്ഷി അനീഷ് കൂടാളിയുടെ താറ്റോട്ടെ സ്തൂപവും സന്ദർശിച്ചു. മട്ടന്നൂർ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷ ഉള്ളതായും ജനങ്ങളിൽ നിന്നും അനുകൂല പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്നും ചന്ദ്രൻ തില്ലങ്കേരി പറഞ്ഞു. പുണ്യ റംസാൻ മാസത്തിൻ്റെ അവസാനമായിട്ടുള്ള ഈ പെരുന്നാൾ ദിനത്തിലാണ് എൻ്റെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. വളരെ ആവേശകരമായ പ്രതികരണമാണ് മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഞാൻ അറിയുന്ന എൻ്റെ നാട്ടുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെയേറെ ആവേശമുണ്ടാക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം തന്നെ വളരെ മനോഹരമായി മാറിയിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി UDF നേതാക്കളായ TV രവീന്ദ്രൻ, സുരേഷ് മാവില, NC സുമദ്, ഷബീർ എടയന്നൂർ, OK പ്രസാദ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.